ഇന്ത്യൻ ആയുധ വ്യാപാര രംഗത്ത് അതിശക്തരായ ആളുകൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ പ്രശാന്ത് സാർ നമുക്ക് ഒരൊറ്റ ശ്വാസത്തിൽ ഉത്തരം പറയാൻ സാധിക്കും. അത് ടാറ്റയും അദാനിയുമാണ്. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, നിലവിൽ ഇന്ന് ടാറ്റയ്ക്കെതിരായി പലരും നടത്തുന്ന ബഹിഷ്കരണം എന്ന് പറയുന്ന പ്രഹസനം ഇന്ത്യൻ പ്രതിരോധ മേഖലയെ തകർക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയല്ലേ? അത്തരത്തിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. കാരണം ഇന്ത്യ ഈ സിന്ധൂറിന് ശേഷം ഇന്ത്യയുടെ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം ശക്തമാണെന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ലോകത്ത് ചർച്ചയാവുന്ന ഒരു അവസരത്തിൽ ഈ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി മേക്കിംഗ് ഇന്ത്യ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ അതിനകത്ത് ഇപ്പൊ ആയുധ വ്യാപാരവും അല്ലെങ്കിൽ ആയുധ നിർമ്മാണവും ഒക്കെ വരുന്നുണ്ട്. അതിന് റഷ്യ പോലെയുള്ള അല്ലെങ്കിൽ നിർമ്മാണ രംഗത്തെ പ്രഗത്ഭന്മാരുടെ അല്ലെങ്കിൽ അവര് നമ്മളുടെ കൂടെ പലതിനും നിൽക്കുന്നു. S-500 അല്ലെങ്കിൽ പല പുതിയ പുതിയ മിസൈലുകളുടെ നിർമ്മാണത്തിന് അവർ തയ്യാറാകുന്നു. എല്ലാത്തിനും ഇന്ത്യയുടെ സഹായം അല്ലെങ്കിൽ പുതിയ 5ാം തലമുറ വിമാനം നമ്മൾ നിർമ്മിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നു. അപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഈ രണ്ട് ഗ്രൂപ്പാണ്, ഒന്ന് അദാനിയും ഒന്ന് ടാറ്റയും. ടാറ്റ നേരത്തെ അറിയാമല്ലോ, ടാങ്കുകൾ നിർമ്മിക്കുന്നതിനകത്തും ഒക്കെ വളരെ നേരത്തെ തന്നെ ഉണ്ട്, ഇപ്പോഴല്ല. അപ്പം ഇത് ഈ പറയുന്നത് പോലെ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ഇത് നടപ്പാവുകയും അത് വലിയ വിജയത്തിലെത്തുകയും ഈ സ്വകാര്യ പങ്കാളിത്തത്തിൽ ആയുധ നിർമ്മാണ രംഗത്തേക്ക് അദാനി വന്നപ്പോൾ നമ്മൾക്കറിയാം കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ പറയുന്നത് പോലെയുള്ള ചില സുഡാപ്പികളും ഒക്കെ എത്ര കൊല്ലത്തെ പരിചയമുണ്ട് അദാനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ക്യാമ്പയിൻ ഇവിടെ നടത്തി. എത്ര കൊല്ലത്തെ പരിചയം ഉണ്ടോ എന്ന് ഇവന്മാർക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാലും എത്ര കൊല്ലത്തെ പരിചയം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കും അറിയത്തില്ല, നീതുവിനും അറിയത്തില്ല, ഓമാർക്കും അറിയത്തില്ല. പക്ഷെ അദാനി നിർമ്മിച്ചെടുത്ത സാധനങ്ങള് ആകാശത്തോട്ട് പോയപ്പോൾ ശത്രുക്കളുടെ അണ്ണാക്കിൽ ചെന്ന് വീഴുകയും അവന്റെ രാജ്യം തകരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം പല മിസൈലുകളും പല സാധനങ്ങളും ഒക്കെ ഇവരുടെയൊക്കെ പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഇപ്പൊ ലോകത്ത് ചർച്ചയാവുമ്പോൾ അല്ലെങ്കിൽ ലോകത്തിൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനവും അല്ലെങ്കിൽ ആയുധ നിർമ്മാണവും അല്ലെങ്കിൽ ലോകം മൊത്തം ഇന്ത്യയുടെ ആയുധത്തിന് വേണ്ടിയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടാറ്റയ്ക്കെതിരെ ഒരു ഭീഷണി. ഇവ ടാറ്റയ്ക്കെതിരെ ഇവന്മാർ എന്തൊക്കെ ബഹിഷ്കരിക്കും? ഇവന്മാർക്ക് നാട്ടുകാർ പറഞ്ഞാൽ അറിയാവുന്ന ഒരു തുണി അല്ലെങ്കിൽ ടാറ്റയുടെ സ്റ്റുഡിയോ മാത്രമൊന്നുമല്ല ടാറ്റയുടെ തുണി വ്യാപാര രംഗത്തെ. ടാറ്റ മുട്ടുസൂചി തൊട്ട് ഏതെല്ലാം മേഖലയിൽ ഏതെല്ലാം രാജ്യത്ത് അവരുടെ കമ്പനികൾ ഉണ്ടെന്നറിയോ? ടാറ്റ ഈ പറയുന്നത് പോലെ ഒന്നാം സ്ഥാനത്തിന് മത്സരിക്കാത്തത് കൊണ്ട് അവരുടെ ഷെയറുകളും കമ്പനികളെല്ലാം വിവിധ ഭാഗത്തേക്ക് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ അദാനിയൊക്കെ ഒരുപക്ഷെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അല്ലെ ടാറ്റ വളരെ കാലം മുമ്പേ രാജ്യസ്നേഹിയായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കമ്പനി, അറിയാമോ ടാറ്റ? അപ്പൊ ടാറ്റ ഒരു പ്രാവശ്യം എനിക്കറിയാം, ടാറ്റയുടെ മരിച്ചുപോയ അദ്ദേഹത്തെ രാഷ്ട്രപതിയായിട്ട് പോലും പരിഗണിക്കുന്ന ഒരവസ്ഥ വന്നു. എന്താണ് കാരണം എന്ന് പറയാം, ടാറ്റ സുമോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ടാറ്റ സുമോ. ഈ ടാറ്റ സുമോ ഒരു കാലത്ത് ഏതാണ്ട് 3600 ആണോ 36,000 ആണോ വണ്ടി പട്ടാളത്തിന്റെ ആവശ്യത്തിന് പാകിസ്ഥാനിലേക്ക് ചോദിച്ചവർ. എന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ ഇപ്പൊ കയറ്റുമതി ചെയ്യുന്നതിന്, അവർ പറഞ്ഞു ഇന്ത്യയുടെ ശത്രുവായിട്ടുള്ള രാജ്യം ഇനി എത്ര കോടി രൂപ ലാഭം വന്നാലും ഞങ്ങൾ തരത്തില്ലെന്ന്. വലിയ ചർച്ചയായതാ ലോകത്ത് മൊത്തം. അപ്പൊ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന ഒരു കമ്പനി. അപ്പം അതാണ് ഇപ്പൊ ശലാം എന്ന് പറയുന്ന ഒരു സാധനം. ശലാം സൗത്ത് ഏഷ്യയിലെ ഒരു പ്രവാസി സംഘടന, അമേരിക്ക ബേസ് ചെയ്ത് അവരാണ് പറഞ്ഞിരിക്കുന്നത് ടാറ്റയെ നമുക്ക് ബഹിഷ്കരിക്കും. കാരണം എന്താണെന്നറിയോ? ഒരു IT കമ്പനി ഉണ്ട്, ഈ പറയുന്ന ടാറ്റയുടെ IT അങ്ങനെ നല്ല കെയർ ഓഫിൽ അല്ലെങ്കിൽ ടാറ്റയുടെ ഭാഗമായിട്ടിരിക്കുന്ന ടാറ്റ കമ്പനിയുടെ, അത് ഇസ്രായേലിലെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ആയുധം നിർമ്മിക്കുന്നത്. അവർ ആയുധം നിർമ്മിച്ചു തുടങ്ങിയിട്ടില്ല. ഇസ്രായേൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവർ സൈന്യത്തിന്റെ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ സൈന്യം അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടാറ്റയെ ബഹിഷ്കരിക്കണം. എടാ എന്റെ പൊന്നു ചേട്ടാ, നിന്നെ അല്ലയോ ആദ്യം ബഹിഷ്കരിക്കണ്ടേ? നീ എന്തിനായി പറയുന്ന അമേരിക്കയിൽ പോയി ജോലി ചെയ്യുന്നത്? എടാ അമേരിക്കയല്ലയോ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കുകയോ അവരുടെ കൂടെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്നത്? കോടാനുകോടി രൂപയല്ലേ അവർ ചെലവാക്കുന്നത്? സാങ്കേതിക വിദ്യ കൊടുക്കുന്നില്ലയോ? ആയുധങ്ങൾ കൊടുക്കുന്നില്ലയോ? അല്ലെങ്കിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുക്കുന്നില്ലയോ? അപ്പം നീ അവിടെ പോയി എന്തിനാ അവിടെ ജോലി ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ടാറ്റ എന്ന് പറയുന്ന കമ്പനിയെ ബഹിഷ്കരിക്കാൻ നിൽക്കുന്നത്? നീ ആദ്യം നിന്റെ ഈ പ്രവാസി സംഘടനയെ ആദ്യം ബഹിഷ്കരിക്കണം. കാരണം നീ അവിടെ ജോലി ചെയ്യുന്നത്. രണ്ടാമത് നീ അമേരിക്കയെ ബഹിഷ്കരിക്കണം. മൂന്നാമത് നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നീ ഈ പറയുന്ന പോലെ അമേരിക്കയെ മാത്രമല്ല ഇസ്ലാമിക് രാജ്യങ്ങളെ മൊത്തം നീ ബഹിഷ്കരിക്കണത്. സലാമേ
അപ്പൊ ആ സലാമിന്റെ ബഹിഷ്കരണം കൊണ്ട് ഇവിടെ കുറെ കോഴിക്കോട്ട് ഉൾപ്പെടെ ഉള്ളവന്മാര് കൊടിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. രോഗം നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അതാ ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പം കഴിഞ്ഞ ദിവസം സൗദിയിൽ ചെന്നിട്ട് ട്രില്യൺ കണക്കിന് കോടി രൂപ മുടക്കാവെന്ന് ഇപ്പൊ പറഞ്ഞേക്കുക, അല്ലെങ്കിൽ അതിന് കരാറായിട്ടുണ്ട് സൗദി ഗവൺമെന്റുമായിട്ട്. കാരണം സൗദി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ട്രംപ് വിളിച്ചല്ലേ. ഓരോ രാജ്യത്തിന് കോടിക്കണക്കിന് രൂപ ഇപ്പം അമേരിക്കയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു വിമാനമായി ഇവന്മാർ ഖത്തറുകാർ കൊടുത്തു വിട്ടത്, ഈ പറയുന്ന ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റിന് ഉൾപ്പെടെ. അപ്പൊ നീ അതൊക്കെ അവിടുത്തെ എല്ലാം ജോലി, നിന്റെ ഈ ഭാഗമായിട്ട് നിൽക്കുന്ന, ഈ കൊടി പിടിക്കാൻ നിൽക്കുന്ന, ഈ പറയുന്ന ആരോപണം ഉള്ളവന്മാർ ഈ ആദ്യം അമേരിക്കയിലെ പണി നിർത്തണം, നിന്റെ സംഘടനയെ ആദ്യം കൂട്ടണം. അതിനുശേഷം ഈ സൗദി അറേബ്യയിലൊക്കെ അപ്പൊ അതുപോലെ തുർക്കി നാറ്റോ രാജ്യമോ അതിനൊക്കറിയോ, അമേരിക്കയായിട്ട് വലിയ കമ്പനിയാണ്. ഇടയ്ക്കിടയ്ക്ക് അവന് പ്രസ്താവന ഇറങ്ങുന്നേ ഉള്ളൂ ഇസ്രായേലിനെതിരെ. അതുപോലെ ഇറാനെതിരെ ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ഇറാനെതിരെ അമേരിക്ക ബഹിഷ്കരണോ അല്ലെങ്കിൽ ചലിക്കാൻ സമ്മതിക്കാതെ അമേരിക്കയെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവോ. അപ്പൊ അവനെ എല്ലാം ബഹിഷ്കരിക്കണ്ടേ. അപ്പൊ അതല്ല വിഷയം. ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് അകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളെയും അല്ലെങ്കിൽ രാജ്യസ്നേഹികളായിട്ടുള്ളവരെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പല മുഖങ്ങളായിട്ട് വരുന്ന കക്ഷികൾ, അതായത് ഇവന്മാര് ഇസ്ലാമിസ്റ്റുകളാണ്, അതായത് മതമൗല്യവാദികളാണ്. പല രീതിയിലുള്ള ബഹിഷ്കരണങ്ങൾ വരുന്നതിന്റെ കൂട്ടത്തിൽ ഈ രീതിയിലേക്ക് വരും. ഇത് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചത് പണ്ടായിരുന്നു മനസ്സിലാവാത്ത കൊച്ചാട്ടാ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും നിന്റെ പണി എന്തുവാന്നും നിന്റെ ഫണ്ടിങ് എന്തുവാന്നും അല്ലെങ്കിൽ നിന്റെ കാര്യം എന്തുവാ. നീ ഇടയ്ക്ക് നമ്മുടെ അഫ്രീദിയെ, നമ്മുടെ കുറെ മലയാളി സംഘടന ഈ ദുബായില് അവനെ പൊക്കിയെടുത്ത് നിർത്തിയ കണ്ടില്ലായിരുന്നു. അവൻ ആരാ? അവന്റെ അമ്മാവന്റെ മോനാണോ അഫ്രീദി? അവിടെ ചെന്നപ്പോ ചോദിച്ചപ്പോ പറഞ്ഞതാ, അഫ്രീദി അവിടെ വെച്ച് കണ്ടു, അന്നേരം ഞങ്ങൾക്ക് മനസ്സിലായി ക്രിക്കറ്റ് കളിക്കുന്ന വലിയ ആളാ, അന്നേരം ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു, അയാൾ വന്നു കയറി നിന്നു. ഇതൊന്നും അല്ല, ഇതിന്റെയൊക്കെ ഫണ്ടുണ്ട്, ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്താന്ന് നമുക്കറിയാം. അതായത് ഇവിടെ നോക്കുമ്പോ പ്രതിപക്ഷ നേതാവിന്റെ രൂപത്തില്, വിദേശത്തെ ഇതുപോലുള്ള സംഘടനകളുടെ രൂപത്തില് അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ഹമാസിനോടുള്ള പ്രേമം വരുന്നത് ആന്നല്ല, ഹമാസിനോടുള്ള പ്രേമം വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അമേരിക്ക ഏറ്റവും കൂടുതൽ ഫണ്ട് UN സഹായിക്കുന്ന ഇസ്രായേലിനെ അമേരിക്ക, ഈ സഹായിക്കുന്ന അമേരിക്കയുടെ കൂടെ ഇപ്പോഴത്തെ നിങ്ങൾ ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്ന ആൾക്കാരെ അല്ലെങ്കിൽ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ മൊത്തം അവന്റെ കൂടെ നിൽക്കുക. നാറ്റോയുടെ കൂടെ നിന്നിട്ട് തുർക്കി അവന്റെ കൂടെ നിൽക്കുക. ഇവന്റെ എല്ലാം ബിസിനസ് ചെയ്യുന്ന അമേരിക്കയില, അല്ലെങ്കിൽ അതിന്റെ ലാഭവും ആ പൈസയും കൊണ്ടാ ഇവൻ ആയുധം കൊടുക്കുന്നത്, സാങ്കേതിക വിദ്യ കൊടുക്കുന്നത്, അല്ലെങ്കിൽ രഹസ്യാന്വേഷണ സംവിധാനത്തിന് കാര്യങ്ങൾ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അതൊന്നും പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഈ ബഹിഷ്കരണം ആദ്യം അമേരിക്കയിൽ നിന്ന് തുടങ്ങണം. അമേരിക്ക അങ്ങ് ബഹിഷ്കരണം, ജോർജിയെല്ലാം രാജ്യത്ത് ഇവിടെ വന്ന പെണ്ണുപിള്ളയുടെ കൂടെ തുടങ്ങണം, പല മത്തകൃഷി പോലെ നടത്തി ജീവിക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് അതിനുശേഷം അവിടുന്ന് തുടങ്ങിയിട്ട് നമുക്ക് ഈ അറേബ്യൻ രാജ്യങ്ങളെ മൊത്തം, സൗദി ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളെ ഉൾപ്പെടെ അങ്ങ് ബഹിഷ്കരിക്കണം, തുർക്കി ഉൾപ്പെടെയുള്ളവരെ ബഹിഷ്കരിക്കണം. അങ്ങനെ ഹമാസിനെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയല്ല. അല്ലാതെ ഹമാസിനോടുള്ള പ്രേമം അതെന്താണെന്നുള്ള കാര്യം, ഹമാസിന്റെ ജോലി, ആ ജോലി വളരെ കൃത്യമായിട്ട് ഇവിടെ ഏറ്റെടുക്കുന്നതിനും അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഏറ്റെടുക്കുന്നതിനും ഒക്കെ വേണ്ടിയുള്ള ഒരു നീക്കമാണ്. പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്ത് ഇന്ത്യ വിജയിച്ച് ഇന്ത്യയുടെ ആയുധങ്ങളും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ലോകത്തുടനീളം ചർച്ചയായപ്പോൾ ആ പ്രതിരോധ സംവിധാനത്തിന് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുകയും അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ കൈകോർക്കുന്നതുമായിട്ടുള്ള കമ്പനിയായിട്ടുള്ള അദാനിയും ടാറ്റയും ഒക്കെയാണെന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് അദാനിയെയും അദാനിയുടെ പുറത്തു കയറാൻ തുടങ്ങിയിട്ട് കാലങ്ങളായാലും നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അത് പ്രതിപക്ഷ നേതാവാണ് ഏറ്റവും ഫ്രണ്ട് ചെയ്യുന്നത്. അദ്ദേഹം രണ്ടാമത്തെ ലോകത്തെ കോടീശ്വരനായിരുന്നു. അമേരിക്കയുടെ സഹായത്തോടു കൂടി അദാനിയെ അമേരിക്ക എങ്ങനെ ചവിട്ടിത്താക്കാൻ നോക്കി അതിന്റെ കൂടെ നിന്ന് കാര്യം പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കോടാനുകോടി രൂപയുടെ നഷ്ടം അദ്ദേഹത്തിന് ഉണ്ടാക്കിയത്, ആ കമ്പനിക്ക് ഉണ്ടാക്കിയത്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കമ്പനി ദേശീയ തലത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നതിന് അദാനിയുടെ ബിസിനസ് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. അദാനിയുടെ ബിസിനസ് പോർട്ട് അല്ലെങ്കിൽ വിമാനത്താവളങ്ങളൊക്കെ. അപ്പം അങ്ങനെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ജിയോ പൊളിറ്റിക്സിനകത്ത് ഇന്ത്യക്ക് ഉണ്ടാകുന്ന നേട്ടം ഭയങ്കരമാണ്. അംബാനിയുടെ കൂട്ടല്ല, അംബാനി ഈ പറയുന്ന ഇതുപോലുള്ള ബിസിനസ്സിനകത്ത് ഇല്ല. അപ്പം അദാനി എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ ഇപ്പം ശ്രീലങ്കയിൽ ഒരു പോർട്ട് പുള്ളിയുടെ കെയർ ഓഫിലുണ്ട്. ഇന്ത്യയുടെ വ്യവസായില്ലേ, നമുക്ക് അവിടെ ഒരു കാര്യം നടത്തുന്നതിന് വേണ്ടി നമ്മൾ വിചാരിക്കുന്നത് പോലല്ല, ഗവൺമെന്റ് തലത്തിൽ ഒരു കാര്യം നടത്തുന്നതിന് ആ ഗവൺമെന്റിനകത്ത് സ്വാധീനമുള്ള ഒരു വലിയ വ്യവസായം ഉണ്ടെങ്കിൽ അതിനകത്ത് നടക്കും. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇപ്പം ബംഗ്ലാദേശിൽ പലവട്ടം അങ്ങനെ കറണ്ട് ഓഫ് ചെയ്ത്, അദാനി അവിടെ കറണ്ട് 70% കറണ്ട് കൊടുക്കുന്നത്, അദാനിക്ക് പൈസ കൊടുക്കാണ്ട് മോദി വിളിച്ച് പറഞ്ഞാൽ മതി, അവന്റെ കറണ്ട് ഓഫ് ചെയ്യും, രാജ്യം പ്രതിസന്ധിയിലായോ. അപ്പൊ ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും കൽക്കരി ബിസിനസ് പോലുള്ള വലിയ മെയിൻ ബിസിനസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ പോർട്ടുകൾ കൈകാര്യം ചെയ്യുന്നത്, എയർപോർട്ടുകൾ കൈകാര്യം ചെയ്യുന്നത്, ഇത്തരത്തിലൊക്കെ ഒരു കമ്പനിയാണ് വന്നത്. അങ്ങനെ ഒരു കമ്പനി വേണ്ട. ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് നേട്ടം ഒരു കമ്പനിയിൽ കൂടി ഉണ്ടാവണ്ട. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു കമ്പനി, ഇന്ത്യക്ക് ഇത്തരത്തിലൊരു കമ്പനി, ഇന്ത്യ ബേസ് ആയിട്ട് ഇരിക്കുന്ന ഒരു കമ്പനി ഇത്രയും വളർന്നാൽ ഇന്ത്യ സാമ്പത്തികമായിട്ട് എക്കണോമിക്കൽ ഗ്രോത്ത് എത്രയാവും?
അപ്പൊ ആ സമയത്ത് യുവമാർ അമേരിക്കയുടെ കൂടെ നിൽക്കുക, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നിൽക്കുക. അദാനി മോത്തിച്ചെന്ന്. എവിടുന്നാ മോത്തിച്ചത് മൊത്തം ഇവരുടെ വീട്ടുകാരാ. ഇപ്പോഴും മോത്തിച്ചോണ്ടിരിക്കുന്ന അവരുടെ വീട്ടുകാരാ. 5000 കോടി രൂപയുടെ പൈസ യുവമാരുടെ അമ്മച്ചിയും മോനും പിന്നെ അവന്റെ വേറെ അളിയനും എല്ലാം കൂടെ മോട്ടിച്ച കാര്യവും കഥയും ഒക്കെ കൊടുക്കുക. അപ്പൊ പിന്നെ മോത്തിച്ചിനെ ആരാന്നൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതൊക്കെയാ മോത്തിച്ചെന്നല്ല വിഷയം. ഇന്ത്യയോടുള്ള സ്നേഹമല്ല വിഷയം. ഇന്ത്യക്കകത്ത് നിൽക്കുന്ന, ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് വേണ്ടി നിൽക്കുന്ന ഈ പറയുന്നത് പോലെ രാജ്യസ്നേഹികളായിട്ടുള്ളവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി അവനെ ഇല്ലായ്മ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കേരളത്തിൽ കൊടിയെടുത്തവൻ പറഞ്ഞ സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് മേടിക്കണ്ട. സ്റ്റുഡിയോയിൽ നിന്നേ മേടിക്കാൻ പറ്റൂ. ഇവിടുത്തെ സാധാരണക്കാരന് 150 രൂപയുടെ സാധനം ഈ പറയുന്ന വലിയവൻ 2000 രൂപയ്ക്കോ അല്ലെങ്കിൽ 1000 രൂപയ്ക്കോ മേടിക്കുന്ന സാധനം ക്വാളിറ്റിയിൽ കൊടുക്കുന്ന അതാണ് ടാറ്റ. നിങ്ങൾക്കറിയാവോ? ടാറ്റ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്തായാലും അതിനകത്ത് വളരെ കൃത്യമായിട്ട് അതിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സാധാരണക്കാരന് ഇടപെടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള അവർക്ക് വേണ്ടിയുള്ള തുണിത്തരങ്ങൾ, കാറുകൾ, മറ്റു സംവിധാനങ്ങൾ എല്ലാത്തിനകത്തും ആ രീതിയിലേക്കാണ് പോകുന്നത്. അവിടെ 60% പ്രോഫിറ്റ് ഈ ആതുര സേവന രംഗത്തേക്ക് കാലങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ ബാക്കി അവരുടെ ലാഭത്തിന്റെ ഷെയർ വീതിച്ചാണ് തൊഴിലാളികളെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തൊഴിലാളി സമരം ചെയ്യുന്നതായിട്ട് ആർക്കും ഇല്ല. അതിന് കൃത്യമായിട്ടൊരു ഉടമയിൽ അങ്ങനെ പോകുന്ന ഒരു വലിയ വിശാല മനസ്കതയുള്ള ഒരു കമ്പനിയാ. ഇന്നലെ ഒന്നും അല്ല ഈ വിശാല മനസ്കത വന്നത്. അപ്പൊ അവനെ പൂട്ടിക്കണം. പൂട്ടിക്കണമെങ്കിൽ നാട്ടുകാരൊക്കെ വിചാരിക്കണം, നീ പൂട്ടാൻ ഇറങ്ങിയാൽ ഇപ്പൊ പൂട്ടിക്കണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങാനുള്ള സംവിധാനമുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, പണ്ട് കൊക്കക്കോള കേരളത്തിൽ ഏറ്റവും വലിയ കൊക്കക്കോള പൂട്ടാൻ കാര്യം എന്തോ? ചില ചൂഷണമുണ്ട്. നാട്ടുകാർ മൊത്തം ഇറങ്ങി കൊക്കക്കോള പൂട്ടേണ്ടി വന്നു. കാരണം അത് എല്ലാവരും കൂടെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഇറങ്ങിയത്. ഇപ്പൊ ഈ കൊച്ചാട്ടം കൊടിയും പിടിച്ച് കോഴിക്കോട്ട് ഇറങ്ങിയ സ്റ്റുഡിയോ പൂട്ടത്തില്ല, ടാറ്റയ്ക്കൊന്നും പറ്റത്തില്ല. അത് പൂട്ടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന ഒരു കൂട്ടായ്മ ഇപ്പൊ തന്നെ ആയിക്കഴിഞ്ഞു. അത് ഇന്ത്യയിൽ ഇപ്പൊ അതിന്റെ വർക്കും തുടങ്ങി. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു സംവിധാനമായി. അപ്പൊ ജനം തീരുമാനിക്കണം. പണ്ടറിയാലോ, ഇപ്പോഴത്തെ ജനം വലിയ രാജ്യസ്നേഹികളാണ്. നിനക്ക് ഈ പറയുന്ന ഇസ്രായേലിന്റെ വിഷയം പറഞ്ഞ് ഈ പറയുന്ന ഹമാസിനെ സ്നേഹിക്കാൻ അറിയാമെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കാൻ അറിയാവുന്ന ജനം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇസ്രായേൽ ആയിരുന്നു അങ്ങനത്തെ ജനതയുള്ളത്. ഇപ്പൊ ഇന്ത്യയിലാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട്. പണ്ടത്തെ ഉടായ്പും ഈ മാതിരിയുള്ള പണിയൊന്നും ഇപ്പോൾ നടക്കത്തില്ല. അപ്പം ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ നീയെല്ലാം പണ്ട് പറയുന്നത് പോലെ എന്തിന് ബഹിഷ്കരിക്കണം, ആരെ ബഹിഷ്കരിക്കണം, അവരെന്ത് ചെയ്യുന്നു ഇവിടെ എന്നതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു ചർച്ചയും കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഒരു നീക്കവും ഒക്കെ നടക്കുന്നത്. ഞാൻ പറയുന്ന പോലെ പണ്ടത്തെ കൂട്ട് ബഹിഷ്കരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഉള്ളവൻ ബഹിഷ്കരിക്കണമെന്ന് തീരുമാനിച്ചാൽ ജനമാ തീരുമാനിക്കുന്നത്. ഏറ്റവും അവസാനം നമുക്കറിയാമല്ലോ, നമ്മൾ ബഹിഷ്കരിക്കണമെന്ന് തീരുമാനിച്ചു തുർക്കിയെ. ഗവൺമെന്റ് തലത്തിൽ ഒന്നും നടന്നില്ലല്ലോ, എല്ലാം ബഹിഷ്കരിച്ചല്ലോ. അവനുള്ള കമ്പനി, എയർപോർട്ടിലെ കാർഗോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കമ്പനിയെ ബഹിഷ്കരിച്ചു. ആപ്പിൾ വേണ്ടാന്ന് വെച്ചു, അവന്റെ ബിസിനസ്സുകൾ വേണ്ടാന്ന് വെച്ചു. അവന്റെ അവിടോട്ട് നമ്മള് വിദേശ അവിടെ പോയി ഫോട്ടോ എടുത്ത് വലിയ കോടീശ്വരന്മാരെ കല്യാണം നടത്തണ്ടാന്ന് തീരുമാനിച്ചു, അല്ലെങ്കിൽ വിദേശികൾ അങ്ങോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചു. അപ്പം ഈ രീതിയിലൊക്കെ. അപ്പൊ നേരത്തെ ചൈന നമ്മുടെ ഈ അതിർത്തിയിൽ ഗാൽവാൻ അല്ലെങ്കിൽ അതിർത്തിയിൽ ഒരു പ്രശ്നം ഉണ്ടായാലും പട്ടാളക്കാരെ തമ്മിൽ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് നമ്മുടെ പടക്ക കച്ചവടത്തിന്റെ കാര്യം അറിയോ? ഏറ്റവും കൂടുതൽ വിഷുവിന് പടക്കം വിൽക്കുന്നത് ഇന്ത്യയിലായിരുന്നു. ആ പ്രാവശ്യം ചൈനയുടെ പടക്കം ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞു. ബഹിഷ്കരിച്ചു. 50,000 കോടി രൂപയുടെ 50,000 കോടിയല്ല, കോടാനുകോടി ഡോളറിന്റെ നഷ്ടമാണ് ചൈനയ്ക്കുണ്ട്. ചൈനയ്ക്ക് അതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്ത്യയിലുള്ളവർ അങ്ങനെ വിചാരിച്ചാൽ ചെയ്യും. ഇയാൾ ഇവിടെ കൊടിയെടുത്തോണ്ടിറങ്ങി എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ എനിക്കറിയാമെന്നല്ല, ഇന്ത്യക്കാർക്ക് മൊത്തം അറിയാം. അപ്പൊ അത് നടക്കത്തില്ല. അപ്പൊ ടാറ്റയുടെ ബഹിഷ്കരണം നമ്മൾ ഈ പറഞ്ഞു വന്നതുപോലെ ബഹിഷ്കരിക്കണമെങ്കിൽ നീ ഫേസ്ബുക്ക് ബഹിഷ്കരിക്കടേ, അല്ലെങ്കിൽ യൂട്യൂബ് ബഹിഷ്കരിക്ക്, മറ്റേ ഈ സംവിധാനങ്ങളെല്ലാം ബഹിഷ്കരിക്കും. നീ അതുപോലെ ഈ ജൂതന്മാരായി ലോകത്തുള്ള മൊത്തം ഈ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. അതിന് അമേരിക്ക എന്തുകൊണ്ടാണ് കണ്ടുപിടുത്തം നടത്തിയത്? അപ്പൊ നീ ഇത് മൊത്തം ബഹിഷ്കരിക്കണം. നീ ഇപ്പൊ ഇത് ആഹ്വാനം ചെയ്യുന്ന മീഡിയാസ് മൊത്തം അവരുടേതാ. അതെല്ലാം ബഹിഷ്കരിക്കണ്ടേ ജൂതന്മാരെ ബഹിഷ്കരിക്കുമ്പോ? അപ്പം അതെന്താ ബഹിഷ്കരിക്കാത്തെ? അപ്പൊ ബഹിഷ്കരണം വരുമ്പോ ആ രീതി വരട്ടെ. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ആയുധം പോലും നിർമ്മിക്കുന്ന കമ്പനിയല്ല ആ കമ്പനി, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഇവർ കെയർ ഓഫ് പറയുന്ന കമ്പനി. അത് ചില ചെറിയ സാധനങ്ങൾ സൈന്യത്തിന് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്നതാ. ആ കമ്പനിയെ പറയുന്നുണ്ട് ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിന് ആയുധം നിർമ്മിക്കുന്ന കമ്പനി ടാറ്റയാണെങ്കിൽ ഇസ്രായേലിനെതിരെ മൊത്തം ആയുധം നിർമ്മിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അതിനെ ബഹിഷ്കരിക്കണം. ഇതൊന്നും അല്ല കാര്യം എന്തെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി കൊച്ചാട്ട. അതുകൊണ്ട് അതങ്ങ് നിർത്തിയേരെ. ഇവിടെ ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയാം. അപ്പൊ ഈ രീതിയിലുള്ള വർക്കുമായിട്ട് മതമൗലിമാരികൾ പല രീതിയിൽ ഇറങ്ങുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. ലോകത്ത് എവിടെ തുടങ്ങിയാലും കേരളത്തിൽ അതിനകത്ത് ഒരു പൊടിയും പൊക്കിക്കൊണ്ട് വരും. അപ്പൊ ടാറ്റയെ ബഹിഷ്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട
കമ്പനികൾ ഒന്നായിട്ട് നിൽക്കുന്ന ടാറ്റ, അല്ലെങ്കിൽ അത്തരത്തിൽ ടാറ്റയെ വേണ്ട തളർത്തിക്കളയാൻ, നമ്മളെ ഇന്ത്യയെ തളർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ പുറകിൽ എന്നാണ് സലാമാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ആ ബൈ ബൈ ടാറ്റ എന്ന് പറയുന്ന ബഹിഷ്കരണം ഈ സലാം എന്ന് പറയുന്ന കമ്പനി ആദ്യം നടത്തേണ്ടത് ബൈ ബൈ അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണമെന്നാണ് നമുക്ക് പറയാം. എന്തായാലും ടാറ്റയുടെ ബഹിഷ്കരണത്തിന് പിന്നിൽ സലാമിനുൾപ്പെടെ വ്യക്തമായ അജണ്ടയുണ്ടെന്നുള്ള കാര്യം പുറത്തേക്ക് വരികയാണ്. പക്ഷേ ടാറ്റയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സപ്പോർട്ട് ടാറ്റ എന്ന് പറയുന്ന മറ്റൊരു ക്യാമ്പയിന് കൂടി നമ്മുടെ രാജ്യം തുടക്കം കുറിച്ചിട്ടുണ്ട്. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ പഴയതുപോലെയല്ല, നമ്മുടെ രാജ്യത്ത് ആളുകൾ കൂടുതൽ രാജ്യസ്നേഹികളായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ടാറ്റയോടുള്ള ഇവരുടെ ബഹിഷ്കരണം ഏത് രീതിയിൽ വിജയമാകും എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. രാജ്യത്തെ പൗരന്മാർ തന്നെ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്, വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.